സൈബർ ആക്രമണം പിന്നെ അത് നിങ്ങൾ മനഃപൂർവ്വം ചിലപ്പോൾ ദീപക്ക് മറന്നു വെച്ചായിരിക്കാം. പിന്നെ ഗവൺമെൻറ്റിന് ആക്രമണമായിരുന്നു ഏറ്റവും കൂടുതൽ. ഏറ്റവും എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ സ്വത്തിനെ, എൻ്റെ അഭിമാനത്തെ, എല്ലാത്തിനെയും അന്വേഷണം എന്നുള്ളതൊന്നല്ല, ഹറാസിങ് ആയിരുന്നു. അന്വേഷണം എന്ന് പറയുന്നതും നിങ്ങൾ ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി നടന്നൊരു വാക്കാണ്. അന്വേഷണമല്ല. അന്വേഷണം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് നേരെയാണ് അന്വേഷണം. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസിൻ്റെ പേരിൽ വേട്ടയാടി. നിങ്ങൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു. എല്ലാത്തിനും കുറ്റവിമുക്തനാക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഈ ഒരു നല്ല വിശ്വാസിയാണ്. പടച്ച തമ്പുരാന് എല്ലാ തടസ്സങ്ങളും നീക്കി ജനങ്ങളുടെ മുമ്പിൽ എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പൈസ വരെ തിരിച്ചു വന്നിട്ട് എൻ്റെ മുകളിലുള്ള അവസാനത്തെ ഇലക്ഷൻ കേസും തീർത്തിട്ട് എന്നാൽ പൊയ്ക്ക മോനെ എന്ന് പറഞ്ഞിട്ടാണ് പടച്ചോന് എന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കണം. അപ്പോൾ വേട്ടയാടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേട്ടയാടലുകൾക്ക് ജനങ്ങൾ കൊടുത്ത അടി 102 അടിയാണ്. അതാണ്. അപ്പോൾ അത് പിന്നെ അതിനപ്പുറത്ത് വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല, വേറൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അതിലൊക്കെ നീതിപൂർവകമായ സമീപനങ്ങളുണ്ടാവും. പ്രതികാരം ചെയ്തവരോട് പ്രതികാരം ചെയ്യാൻ ഞങ്ങളില്ല, ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കാൻ ഞങ്ങളില്ല. ഇപ്പോൾ ഉള്ളത് ജനങ്ങളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. അതിനെ എത്ര സത്യസന്ധമായും, കാരണം ഞാൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവം തമ്പുരാൻ്റെ പേരിലാണ്, എനിക്ക് ആയുസ് ഉണ്ടായാൽ ദൈവനാമത്തിലാണ്. അപ്പോൾ അതിനൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ആ ഉത്തരവാദിത്വത്തിലായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ പെരുമാറുന്നത്. ഈ ഒരു വിശ്വാസിക്ക് ഒരിക്കലും മറ്റൊരു വിശ്വാസത്തെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളത് ഷാജി എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷേ ഷാജിയെ വിശ്വാസത്തിൻ്റെ പേരിലാണ് പലപ്പോഴും ആക്രമിക്കപ്പെടാറ്. ഒരു പക്ഷേ ഷാജിയുടെ ഒരു പ്രസംഗത്തിലെ വരിയാണ് മതമാണ് പ്രശ്നം എന്നുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഇനിയിപ്പോൾ മന്ത്രിയാവുന്ന സമയത്ത് വളരെ കരുതൽ വേണ്ടി വരും വാക്കുകൾക്ക്. അല്ല, വാക്കുകൾക്ക് കരുതൽ വേണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് മാത്രമൊരു പ്രശ്നമാണ്. എൻ്റെ വാക്കുകൾ വളരെ കരുതലോടുകൂടിയേ ഞാൻ വിനിയോഗിച്ചിട്ടുള്ളൂ. കരുതലോടുകൂടി ഉദ്ദേശിച്ചത് ഭയങ്കരമായി വളച്ചൊടിക്കപ്പെട്ട വാക്കായിരുന്നു. അല്ല, അതാണ് അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. വളച്ചൊടിക്കപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം. എനിക്ക് അങ്ങനെ ഒരു ഭയം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എൻ്റെ പേരിൽ ആരോപണങ്ങൾ വന്നപ്പോൾ, എന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ, 5 കൊല്ലം എന്നെ വേട്ടയാടി പുറത്തിരുത്തിയപ്പോൾ ഭയം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഭയപ്പെട്ടാലോ എന്ന്. പക്ഷെ ഭയം വരില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മളുടെ ഉള്ളിലൊരു സത്യസന്ധത ഉള്ളപ്പോൾ നമ്മൾ ആരെയും പേടിക്കില്ല. പടച്ച തമ്പുരാനല്ലാതെ ആരെയും പേടിക്കില്ല. നമ്മളെന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും നേരുണ്ട് എന്നതൊരു ധൈര്യമാണ്. ആ ധൈര്യത്തോടു കൂടി ഇനി പ്രവർത്തിക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ ഇനി അത്തരം വിവാദങ്ങൾ എൻ്റെ വാക്കുകൊണ്ട് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ പരമാവധി സൂക്ഷിക്കും. എന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ വളച്ചൊടിക്കും, അതും ഞാൻ തരണം ചെയ്യും. അത്രയുള്ള വലിയ കാര്യം. ഇനി മന്ത്രിയായിട്ടുള്ള ആദ്യ പ്രയോറിറ്റി കൂടി പറഞ്ഞ് നമുക്ക് അവസാനം. പ്രയോറിറ്റി ഒന്നുമില്ല, ജനങ്ങളുടെ കാര്യങ്ങളാണ്. അതൊരു ക്യാബിനറ്റ് കൂടി എടുക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് പ്രയോറിറ്റി. ഷാജിക്കായിട്ടൊരു പ്രയോറിറ്റി ഇല്ല. എന്നാലും മന്ത്രി എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് പവറുള്ള ഒരാളാണ്, ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുള്ള ഒരാളാണ്. കാരണം ഇത്രയും നാളുള്ള KM ഷാജി അല്ല ഇനി ഉത്തരവിടേണ്ട KM ഷാജിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വകുപ്പോലും നാളെ തീരുമാനിക്കുള്ളൂ. ഒരു പൊതുവിഷയങ്ങൾ കുറേ താങ്കൾക്കറിയാലോ. അല്ല, പൊതുവിഷയങ്ങൾ കുറച്ചുണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ. അത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന പ്രയോറിറ്റി ക്യാബിനറ്റ് ഒരുമിച്ച് തീരുമാനിക്കും. തീർച്ചയായിട്ടും ഞാൻ അവിടെ എൻ്റെ പ്രയോറിറ്റി പറയുകയും ചെയ്യും. അപ്പം എല്ലാ ആശംസകളും KM ഷാജി. KM ഷാജി വളരെ കൃത്യമായി പറയുന്നത് നാടാണ് പ്രയോറിറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.